PSC ചോദിക്കുന്ന തുടർച്ചയായി ചോദിക്കുന്ന കുഴഞ്ഞ ചോദ്യങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ. അപ്പോൾ ഈ ആദ്യമായിട്ട് ചോദ്യം ഒന്ന്, 10⁻499 എത്ര അക്കങ്ങളുണ്ട്? ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ കുഴപ്പം പിടിച്ചാണെന്ന് തോന്നും. 10⁻499. അപ്പോൾ നമ്മൾ പ്രത്യേകം അറിയേണ്ടത് 10 സ്ക്വയർ, 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100ആണ്. അതിലെത്ര അക്കങ്ങളുണ്ട്? 8, 10, 100, 3 അക്കങ്ങളുണ്ട്. 10 ക്യൂബ് എങ്ങനെയാണ്? 1000 ആണ്, 4 അക്കങ്ങളുണ്ട്. 10⁻4 5 അക്കങ്ങളുണ്ട്. 10⁻5 6 അക്കങ്ങളുണ്ട്. അപ്പോൾ ഈ പവർ പ്ലസ് 1 ആയിരിക്കും ഇതിൻ്റെ പവറിനോട് കൂടി 1 കൂട്ടിയതായിരിക്കും ഉത്തരം. അതായത് 10⁻499 499 1 പ്ലസ് ചെയ്തിട്ട് 10⁻500 ആൻസർ. ഇങ്ങനെയാണ് വരുന്നത്. ഒരു പവറിനോട് കൂടി 1 ആഡ് ചെയ്യുക. അപ്പോൾ 10⁻B ആണ് വരിക. 10⁻499 ആൻസർ B 500 എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ വികർണം വശമായി വരച്ചിട്ടുള്ള ചതുരത്തിൻ്റെ വിസ്തീർണം 1250 cm² ആയാൽ ആദ്യ സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? അപ്പോൾ നമ്മൾ ആദ്യ ചിത്രമാണ്, ഇതാണ് ചെറിയ സമചതുരം. അതിൻ്റെ വികർണത്തിൽ നിന്നാണ് വലിയ സമചതുരം വരച്ചിട്ടുള്ളത്. അതിൻ്റെ വിസ്തീർണമാണ് 1250 cm. അപ്പോൾ ആദ്യ ചതുരം ചെറുതായിരിക്കും, വലിയ ചതുരത്തിൻ്റെ, അപ്പോൾ അതിൽ നിന്ന് വികർണത്തോട് ചേർത്ത് വരച്ചിട്ടുള്ള ചതുരമാണ് വലിയ സമചതുരം. അതിൻ്റെ വിസ്തീർണമാണ് ഇവർ തന്നിട്ടുള്ളത്, 1250 cm². അപ്പോൾ ആദ്യ ചതുരം ചെറുതായിരിക്കും, ആ വലിയ ചതുരത്തിൻ്റെ പകുതിയായിരിക്കും ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം. എപ്പോഴും അങ്ങനെയാണ് വരിക. 1200, അതായത് 1250/2 625 cm². പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, ആലോചിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം തന്ന് വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ ചെറിയ ചതുരത്തിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് 1250 × 2 2500 cm² ആയിരിക്കും. അപ്പോൾ ചെറിയ ചതുരത്തിൻ്റെ വലിയ ചതുരത്തിനകത്ത് ചെറിയ ചതുരം ചോദിച്ചാൽ അതിൻ്റെ പകുതി, ഇപ്പോൾ തന്നിട്ടുള്ളതിൻ്റെ പകുതിയായിരിക്കും. വലിയ ചതുരം തന്ന് വലിയ ചതുരം ചോദിച്ചാൽ അത് ഡബിളായിരിക്കും. അത്ര ആലോചിച്ചാൽ മതി, പെട്ടെന്ന് ഉത്തരം കിട്ടും. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം 3, 36p⁻36ൻ്റെ വർഗ്ഗമൂലം എത്ര? ഇതിൻ്റെ വർഗ്ഗമൂലമാണ് കണ്ടത്. A 6p⁻6, B 6p⁻36, 3 6p⁻18, D 36p⁻18. ഇതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 36ൻ്റെ വർഗ്ഗമൂലം പറഞ്ഞാൽ 6 × 6 6 വരിക. 36ൻ്റെ വർഗ്ഗമൂലം 6. അടുത്തത് p⁻36ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 3⁻36ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 36ൻ്റെ ഈ പവറുണ്ടല്ലോ, ഈ പവറിൻ്റെ പകുതി ആണ് വരുന്നത്. പകുതി ആണ്, അല്ലാണ്ട് ഇതിൻ്റെ വർഗ്ഗമൂലമല്ല, പകുതി. 36ൻ്റെ പകുതി 18. അതായത് ആൻസർ കിട്ടുന്നത് മറ്റേതിന് 36ൻ്റെ 6ഉം p⁻36ൻ്റെ പകുതിയും വെച്ചിട്ട് അപ്പോൾ 18 വരിക. അപ്പോൾ 6p18 ആൻസർ 6 6p18 ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും വർഗ്ഗമൂലം സാധാരണ സംഖ്യയുടെ വർഗ്ഗമൂലം ശരിക്കും കാണുക. അതായത് 36 എന്ന് പറഞ്ഞാൽ 6 × 6 ആണ് വരിക. p⁻36 എന്ന് പറഞ്ഞ പവറിൻ്റെ എപ്പോഴും എങ്ങനെയാണ് കാണുന്നത് പറഞ്ഞാൽ /2 എന്നാണ് വരിക. ഇപ്പോൾ ഏത് സംഖ്യയായാലും /2 വരുള്ളൂ, അല്ലാതെ ഡബിളിൻ്റെ ഇത് വരുന്നില്ല. വർഗ്ഗമൂലം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പവറിൻ്റെ പകുതിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഏത് സംഖ്യ കിട്ടിയാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ചോദ്യം 4, 1/2 + 1/4 + 1/8 + 1/16 = എത്ര? ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ എത്ര കിട്ടുമെന്നാണ് ചോദ്യം. അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചോദ്യം 1/2 അതിൻ്റെ പകുതി 1/4
അതിൻ്റെ പകുതി 1/8, അതിൻ്റെ പകുതി 1/16 പ്ലസ് ചെയ്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളിത് സാധാരണ പോലെ ചെയ്യുന്ന പോലെ LCM കണ്ട് 2, 4, 8, 16 LCM കണ്ട് ഇൻറ്റു എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിങ്ങനെ പ്ലസ് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വയ്ക്കും. സമയം കുറയാവും. കിട്ടുന്നത് 45 സെക്കൻഡ്. അപ്പോൾ പ്രത്യേകം ഓർക്കണം, 1/2 ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നിൻ്റെ പകുതി, അതിൻ്റെ പകുതി എന്ന് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ സംഖ്യ ഏതാണെന്ന് നോക്കുക. 1/16 അവസാന സംഖ്യ. അതിൻ്റെ ഛേദം അത് തന്നെ എഴുതണം. അതിൽ നിന്ന് ഈ 16 നിന്ന് 1 മൈനസ് ചെയ്തിട്ട് മുകളിലെ സംഖ്യ എഴുതുക. അതായത് ഛേദവും അംശവും. ഈ അംശം എന്ന് പറയുന്നത് 16 നിന്ന് 1 മൈനസ് ചെയ്യുക പറഞ്ഞാൽ 15. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 15/16 ആയിരിക്കും. 15/16 ഇതിൻ്റെ ആൻസർ വരുന്നത്. അതാണ് 15/16 ഇതിൻ്റെ ആൻസർ. പെട്ടെന്ന് ചെയ്യാൻ ഇതൊരൊറ്റ ഇതാണ് കിട്ടുന്നത്. ഇങ്ങനെ അല്ലാതെ LCM കണ്ടിട്ട് ചെയ്യുമ്പോൾ എന്തായാലും കിട്ടുമായിരിക്കും. പക്ഷേ എന്നാലും വളരെ സമയം കഴിയും. കിട്ടുന്ന സെക്കൻഡ് കൊണ്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 16 ഛേദം അത് എടുത്തെഴുതുക. ഏറ്റവും അവസാനം വരുന്ന സംഖ്യയുടെ ഛേദം എടുത്തെഴുതുക. അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് അംശം എഴുതുക. അതായത് 15. ഉത്തരം 15/16. B ആണ് മാർക്ക് ചെയ്യുക.